ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പേരിന്ന് എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ഓരോരുത്തരും അഭിമാനത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച ആകെ പുരസ്കാരങ്ങളുടെ എണ്ണം 32 കടന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഇതാ സ്വീഡനും നോർവേയും തങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകി മോദിയെ ആദരിച്ചിരിക്കുന്നു. ഈ വാർത്ത കേൾക്കുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ചോദ്യങ്ങൾ ഉയരാം. ഇതെന്താ മോദിക്ക് മാത്രം എപ്പോഴും പുരസ്കാരങ്ങൾ കിട്ടുന്നത്? ഇത് ലോകത്തുള്ള എല്ലാ രാഷ്ട്ര തലവന്മാർക്കും കിട്ടുന്ന ഒന്നാണോ? അതോ ഇതിന് പിന്നിൽ വലിയ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഈ ബഹുമതികൾ കൊണ്ട് ഇന്ത്യക്ക് എന്താണ് നേട്ടം? കൃത്യമായി വളരെ ലളിതമായി മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ പിന്നിലെ കഥയൊന്ന് പരിശോധിക്കാം. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് വിദേശ രാജ്യങ്ങൾ നൽകുന്ന ഇത്തരം അവാർഡുകൾ വെറുമൊരു ഉപചാര ചടങ്ങല്ലേ എന്ന്. എന്നാൽ സുഹൃത്തുക്കളെ, അങ്ങനെയല്ല. യൂറോപ്പിലെ ഏറ്റവും വികസിതവും ലോകകാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകളുള്ളതുമായ 2 രാജ്യങ്ങളാണ് സ്വീഡനും നോർവേയും. അങ്ങനെയുള്ള രാജ്യങ്ങൾ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഹുമതി ഒരാൾക്ക് വെറുതെ എടുത്തു കൊടുക്കില്ല. നീണ്ട 43 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ മണ്ണിൽ കാലുകുത്തുന്നത് എന്നറിയുമ്പോഴാണ് ഈ സന്ദർശനത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകുക. പതിറ്റാണ്ടുകളായി നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞിരുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളെയാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഇന്ന് ഇന്ത്യക്ക് അനുകൂലമായി മാറ്റിമറിച്ചിരിക്കുന്നത്. അതിനുള്ള കൃത്യമായ അംഗീകാരമാണ് ഈ 32ാമത് അന്താരാഷ്ട്ര പുരസ്കാരം. ആദ്യം നമുക്ക് നോർവേ നൽകിയ ആ വലിയ ബഹുമതിയെ കുറിച്ച് സംസാരിക്കാം. ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് എന്നാണ് ഈ അവാർഡിന്റെ പേര്. കേൾക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യം തോന്നുന്നില്ലേ? 1985 നോർവേയിലെ ഒലാവ് ഹൻജാമൻ രാജാവ് സ്ഥാപിച്ചതാണ് ഈ പുരസ്കാരം. സ്വന്തം രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെയോ നന്മയ്ക്കായി അന്താരാഷ്ട്ര തലത്തിൽ അസാധാരണമായ സംഭാവനകൾ നൽകുന്ന വിദേശ പൗരന്മാർക്കും ഭരണാധികാരികൾക്കും മാത്രമാണ് നോർവേ ഇത് സമ്മാനിക്കുന്നത്. വെറുതെ ഒരു വിദേശ നേതാവ് വന്നെന്ന് കരുതി നോർവേ ഈ മെഡൽ ആർക്കും കഴുത്തിൽ അണിയിച്ചു കൊടുക്കാറില്ല. ആഗോളതലത്തിൽ ഇന്ത്യ വളർത്തിയെടുത്ത സ്വാധീനത്തിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ മോദി കാണിച്ച ദീർഘവീക്ഷണത്തിനുമുള്ള വലിയൊരു സല്യൂട്ടാണിത്. ഇനി ഇതിന്റെ തലേ ദിവസമാണ് സ്വീഡൻ അവരുടെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് പ്രധാനമന്ത്രിക്ക് നൽകിയത്. വിദേശത്തുള്ള രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും മാത്രം നൽകുന്ന സ്വീഡനിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണിത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക്, അദ്ദേഹത്തിന്റെ നയങ്ങൾക്ക് ലോകം എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. ലോകത്ത് എവിടെയെങ്കിലും ഒരു സംഘർഷം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അവിടെ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 2 പുരസ്കാരങ്ങളും വെറുമൊരു മെഡലുകളല്ല, മറിച്ച് 140 കോടി ജനങ്ങളുള്ള ഭാരതം എന്ന മഹാരാജ്യത്തെ ലോകം എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ്. നരേന്ദ്രമോദി എന്ന നേതാവ് ഇതിന് പൂർണ്ണമായും അർഹൻ തന്നെയാണെന്ന് പറയുന്നതിൽ നമുക്ക് ഒട്ടും മടി വിചാരിക്കേണ്ടതില്ല. ചിലർ ചോദിക്കാറുണ്ട്, ഈ അവാർഡുകൾ കൊണ്ടൊക്കെ നമ്മുടെ സാധാരണക്കാരന് എന്താണ് നേട്ടമെന്ന്. പുരസ്കാരങ്ങൾ വാങ്ങാൻ പോയ വഴിക്ക് പ്രധാനമന്ത്രി അവിടെ നടത്തിയിട്ടുള്ള ചർച്ചകളും ഒപ്പുവെച്ച കരാറുകളും കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. വെറുമൊരു ചായ കൂടി സൽക്കാരമല്ല അവിടെ നടന്നത്. നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന വലിയ പ്രഖ്യാപനങ്ങളാണ് ഈ യാത്രയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യ സ്വീഡൻ ടെക്നോളജി ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോറിഡോർ. അതായത് വരുംകാലം കൃത്രിമ ബുദ്ധിയുടേതാണ്. ഈ മേഖലയിൽ സ്വീഡന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇന്ത്യയിലെ മിടുക്കന്മാരായ IT പ്രൊഫഷണലുകളുടെ കഴിവും ഒത്തുചേരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു വിപ്ലവമാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയാക്കാനാണ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. നോർവേ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയും ഇന്ത്യക്ക് വലിയ നേട്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇന്ത്യയും നോർവേയും തമ്മിൽ ഒപ്പുവെച്ച വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറുകൾ തികച്ചും സവിശേഷമാണെന്നാണ് നോർവീജിയൻ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞത്. ചരിത്രത്തിൽ മറ്റൊരു രാജ്യത്തോടും നോർവേ ഇതുപോലൊരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല. ഇതിലൂടെ ഗ്രീൻ സ്ട്രാറ്റജിക് പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതായത് പരിസ്ഥിതി സൗഹൃദമായ ഊർജ ഉൽപാദനം, കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള സാങ്കേതിക വിദ്യ എന്നിവയിലെല്ലാം നോർവേ ഇന്ത്യയെ സഹായിക്കും. ഇന്ത്യ നോർവേയും പിന്തുണയ്ക്കും. ഇതിനർത്ഥം വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് വലിയ തോതിൽ വിദേശ നിക്ഷേപങ്ങൾ ഒഴുകിയെത്തുമെന്നാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ശക്തമാക്കും. നമുക്കിനി കാര്യങ്ങളെ ഒന്ന് വിലയിരുത്താം. മുൻപൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ വിദേശത്ത് പോയാൽ അതൊരു സാധാരണ ഔദ്യോഗിക സന്ദർശനം മാത്രമായി ഒതുങ്ങാറായിരുന്നു പതിവ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല.
പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെക്കുറിച്ചും ലോക സമാധാനത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ വിദേശ നേതാക്കൾ മോദിയാണ് ആശ്രയിക്കുന്നത്. ഈ സന്ദർശന വേളയിലും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വിശദമായ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ഭാരതം ഇന്ന് വെറുമൊരു കാഴ്ചക്കാരനല്ല, മറിച്ച് ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കൃത്യമായ പങ്കാളിയാണ്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നായി 32-ലധികം അന്താരാഷ്ട്ര ബഹുമതികൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ മാത്രം വിജയമല്ല, അത് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര വിജയമാണ്. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ തലയെടുപ്പ് വർദ്ധിക്കുന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പുരസ്കാരങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. ഒരു രാജ്യം തങ്ങളുടെ ഏറ്റവും വലിയ ബഹുമതി മറ്റൊരു രാജ്യത്തിന്റെ തലവന് കൊടുക്കണമെങ്കിൽ ആ ഭരണാധികാരിയോടും ആ രാജ്യത്തോടും അത്രമേൽ ആദരവുണ്ടാകണം. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പും സമാധാനത്തിനായുള്ള നമ്മുടെ നിലപാടുകളുമാണ് ഈ പുരസ്കാരങ്ങളിലൂടെ സ്വീഡനും നോർവേയും അംഗീകരിച്ചിരിക്കുന്നത്. ഇത് കേവലം രാഷ്ട്രീയത്തിനപ്പുറം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ആഗോള ബഹുമതികൾ നേടിയ രാഷ്ട്രത്തലവന്മാരിൽ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും ചിലർ പറയാറുള്ള ഒരു സ്ഥിരം തമാശയാണ്, പ്രധാനമന്ത്രി എപ്പോഴും വിദേശയാത്രയിലാണ്, ഇവിടെ കാണാറേയില്ല എന്നത്. എന്നാൽ അത്തരം കളിയാക്കലുകൾക്കും വിമർശനങ്ങൾക്കും ഏറ്റവും ചുട്ട മറുപടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തകൾ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിദേശത്ത് പോകുന്നത് വെറുതെ കറങ്ങാനോ കാഴ്ചകൾ കാണാനോ അല്ല, മറിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ അടിത്തറ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഉറപ്പിക്കാനാണെന്ന് ഈ 32 പുരസ്കാരങ്ങൾ തെളിയിക്കുകയാണ്. മുൻപൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യ ഒരു മൂന്നാം ലോക രാജ്യം എന്ന രീതിയിലാണ് കണ്ടിരുന്നെങ്കിൽ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ത്യയുമായി കരാറുകളിൽ ഒപ്പിടാൻ കാത്തു നിൽക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വിദേശ യാത്രകളെ പരിഹസിച്ചവർക്കുള്ള ഏറ്റവും വലിയ മറുപടി മോദി സ്വന്തം വാക്കുകൾ കൊണ്ടല്ല നൽകിയത്, പകരം ലോകരാജ്യങ്ങൾ ഭാരതത്തിന് മുന്നിൽ വെച്ച് നീട്ടിയ ഈ പരമോന്നത ബഹുമതികൾ കൊണ്ടാണ്. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ തലയെടുപ്പ് ഉയരുമ്പോൾ അതിനെ യാത്ര എന്ന് വിളിച്ച് കളിയാക്കിയവർക്ക് ഇതിലും വലിയൊരു തിരിച്ചടി ഇനി കിട്ടാനില്ല. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ മുതൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾ വരെ ലോകം ഇന്ന് നേരിടുന്ന പല വലിയ പ്രശ്നങ്ങളിലും നരേന്ദ്രമോദിയുടെ നിലപാടുകളെയാണ് ലോക നേതാക്കൾ ഉറ്റുനോക്കുന്നത്. 43 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേയിൽ എത്തുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ നൽകിയ സ്വീകരണം ഇന്ത്യയുടെ ആഗോള സ്വാധീനം എത്രത്തോളം വർദ്ധിച്ചു എന്ന് കാണിച്ചു തരികയാണ്. ലോക സമാധാനത്തിന് ഇന്ത്യ നൽകുന്ന സംഭാവനകൾക്കുള്ള വലിയൊരു ആദരവാണിത്. ഒരു നാടിന്റെ വികസനവും വളർച്ചയും അളക്കുന്നത് വെറും ആഭ്യന്തര കാര്യങ്ങൾ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആ രാജ്യത്തിന് കിട്ടുന്ന ബഹുമാനം കൂടി നോക്കിയാണ്. മുൻപൊക്കെ അന്താരാഷ്ട്ര വേദികളിൽ നമ്മൾ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് വലിയ വലിയ ശക്തികൾ പോലും ഇന്ത്യയുടെ വാക്കുകൾക്ക് കാതോർക്കുകയാണ്. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പശ്ചിമേഷ്യൻ പ്രതിസന്ധി പോലുള്ള സങ്കീർണമായ വിഷയങ്ങളിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിലപാട് എന്താണെന്നറിയാൻ വികസിത രാജ്യങ്ങൾ കാത്തിരിക്കുന്നു എന്നത് ചെറിയൊരു കാര്യമല്ല. രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ ആർക്കും ആരോടും ഉണ്ടാകാം, അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ തലവൻ വിദേശ മണ്ണിൽ ചെന്ന് ഭാരതത്തിന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുമ്പോഴും അത് കാണുന്ന ഏതൊരു സാധാരണക്കാരന്റെയും ഉള്ളിൽ ഒരു പ്രത്യേക അഭിമാനം തോന്നും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.